നമസ്കാരം. കഴിഞ്ഞ ദിവസം ക്ഷേത്രങ്ങളിൽ നാം പാലിക്കേണ്ട ആചാരങ്ങൾ SOP, ആചാരം എന്ന് പറയുമ്പോൾ തന്നെ SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇന്ന് ഈ വാക്ക് ഏവർക്കും സുപരിചിതമാണ്. കാരണം നമ്മളെല്ലാം ഇംഗ്ലീഷ് പഠിച്ച് മുന്നോട്ട് പോയി സംസ്കൃതവും മലയാളവും അറിയാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. നാം ക്ഷേത്രങ്ങളിലേക്ക് കിടക്കാം. പ്രദക്ഷിണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. പൊതുവെ എല്ലാ ദേവന്മാർക്കും 3 പ്രദക്ഷിണമാണ്. ഗണപതിക്ക് 1, വിഷ്ണുവിന് 4, ദുർഗയ്ക്ക് 4, ശിവന് 3, അരയാലിന് 7 എന്നിങ്ങനെ കണക്കുകൾ, നവഗ്രഹ ദേവതകൾക്ക് 9 എന്നിങ്ങനെ കണക്കുകളുണ്ട്. എന്നിരുന്നാലും പ്രദക്ഷിണം എന്ന് പറയുമ്പോൾ തന്നെ മതിയാവോളം പ്രദക്ഷിണം വെക്കാം എന്നുള്ളത് ഏവരും മനസ്സിലാക്കുക. ഒരു പ്രദക്ഷിണം കൂടിയോ കുറഞ്ഞോ ആകുകയാണെങ്കിൽ ഒരു ദോഷവും ഇല്ല എന്ന് മനസ്സിൽ വെക്കുക. കാരണം നമ്മളെല്ലാം ഈ സെൻറ്റിമെൻറ്റിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സെൻറ്റിമെൻറ്റാണ്. അതിനിപ്പം ഒരെണ്ണം കൂടിപ്പോയത് കൊണ്ടാണോ ദോഷം വന്നത് എന്നുള്ളതാണ്. കാരണം മലയാളിക്ക് ഏറ്റവും സുപരിചിതമായ വാക്കാണ് ദോഷം എന്നുള്ളത്. നമുക്ക് ഗുണം എന്നുള്ളത് ഓർമ്മയിൽ വരത്തേയില്ല. കാരണം ഗുണത്തെ കണ്ട് ശീലിച്ചിട്ടില്ല. നല്ല സങ്കല്പങ്ങൾ ആണോ കൂടുതൽ, ദുഷിച്ച സങ്കല്പങ്ങളാണോ കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ചലച്ചിത്രമെല്ലാം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, മീഡിയ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, എല്ലാ സ്ഥലത്തും അടിപിടിയും പുച്ഛവും. നമ്മൾ ആരെയും ഒരു എന്താ പറയുക, ഒരു മാനിക്കുന്നു പോലുമില്ല. അങ്ങനെ സമൂഹ മനസ്സിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്ര വിഷയങ്ങളിലേക്ക് വരാം. അങ്ങനെ ഒരു പ്രദക്ഷിണം കുറയുകയോ കൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ ദോഷം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത വിഷയത്തിലേക്ക് പോവാം. ഈ ശിവക്ഷേത്രങ്ങളിലെല്ലാം തന്നെ കെടാവിളക്ക് ഉണ്ട്. ഈ വിളക്കിൻ്റെ അടിയിൽ നിന്ന് കരിയെടുത്ത് നെറ്റിയിൽ തൊടുന്ന ഒരു പതിവ് ഇപ്പോൾ പുതിയ ട്രെൻഡായിട്ട് കണ്ടുവരികയാണ്. ഇതിവിടെ ആര് തുടങ്ങി എന്ന് അറിയുന്നില്ല. ഏവരും മനസ്സിലാക്കുക, ആ കരിയെടുത്ത് ദയവ് ചെയ്ത് നെറ്റിയിൽ തൊടരുത്. നെറ്റിയിൽ സ്കിന്നിന് പ്രോബ്ലം വന്നിട്ട് കുറ്റം പറയരുത്, അപേക്ഷയാണ്. കാരണം നെറ്റിയിൽ തൊടുവാനായിട്ടുള്ള ചന്ദനം, ശുദ്ധമായ ചന്ദനം, ഭസ്മം, കുങ്കുമം ഇതെല്ലാം തന്നെ ക്ഷേത്രങ്ങളിൽ പ്രസാദ രൂപേണ നമുക്ക് ലഭിക്കും. ഇന്ന് പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും, മഹാക്ഷേത്രങ്ങളിലും കൊടിമരത്തിൻ്റെ അടുത്തായിട്ട് ചന്ദനം വെച്ച് തന്നിട്ടുണ്ട്. തട്ടത്തിൽ ഭസ്മമുണ്ട്, കുങ്കുമമുണ്ട്. അതെല്ലാം നമ്മുടെ ഇഷ്ടാനുസരണം എടുത്ത് നെറ്റിയിൽ തൊടാൻ പറ്റും. അതല്ലാതെ വിളക്കിൻ്റെ അടിയിൽ നിന്നുള്ള കരിയെടുത്ത് തൊടുക എന്നുള്ളത് തൊട്ടാൽ ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. ഇതെല്ലാം എവിടെയോ തുടങ്ങുന്നു, നമ്മൾ മറ്റുള്ളവരെ കാണുന്നു, അത് പകർത്തുന്നു. വലിയവർ എന്ത് ചെയ്യുന്നു അത് ചെറിയവർ ചെയ്യും. കാരണം ചോദ്യം ചോദിക്കുവാനുള്ള പ്രായമായിട്ടില്ല. ഇതൊരു ശീലമായി തുടരുകയാണ്. അതുകൊണ്ട് ഈ ഒരു അനാചാരം നിർത്തിയാൽ നന്നാകും എന്നുള്ളതാണ്. നമ്മൾ പഠിച്ച ആൾക്കാർ ഇതുപോലും ചെയ്യുന്നില്ല. അപ്പോൾ ഈ കരി, ചന്ദനം, കുങ്കുമം, ഭസ്മം ഇതെല്ലാം നെറ്റിയിൽ തൊട്ട ശേഷം ദയവ് ചെയ്ത് ക്ഷേത്രങ്ങളുടെ ചുവരിൽ തേക്കരുത് എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇത് കാണുന്ന കുറച്ച് പേരെങ്കിലും ഒരു ശ്രമമായി കരുതി ഈ ഒരു ശീലത്തെ കൊണ്ടുവന്ന് വരും തലമുറയ്ക്ക് ഒന്ന് കാണിച്ചു കൊടുത്താൽ നന്നാകുമായിരുന്നു എന്നുള്ള ഒരു ചിന്തയുണ്ട്. ഇതിനെക്കുറിച്ച് അടുത്ത ദിവസം ഒന്നുകൂടി നമുക്ക് ചിന്തിക്കാം. കുറച്ച് കാര്യങ്ങൾ കൂടി ക്ഷേത്രാചാരങ്ങളിൽ നാം നോക്കേണ്ടതായിട്ടുണ്ട്. നമസ്കാരം.